ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദരസേവിതം രാഘവം സുഗ്രീവമുഖ്യകപികുലസേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമഃ. രാമചന്ദ്രായ നമസ്തേ നമോ നമഃ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണ് മംഗലവാച നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുൾ ചെയ്തു. സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ട് എന്തോന്നു മാനസേ കാംക്ഷിതം ചൊല്ലു നീ. എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ, ഇന്നു വന്നീ മമ കാംക്ഷിതമൊക്കവേ എത്ര കുത്രാപി വസിക്കിലും തൊൽപാദഭക്തിക്കിളക്കം ഉണ്ടാകാതിരിക്കണം. തൊൽപാദഭക്ത ഭൃത്യേഷു സംഗമം പുനരുൾപൂവിലെപ്പോഴും ഉണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകദാ ഭവിച്ചിടായിക മാനസേ. രാമരാമേതി ജപിക്കായി വരേണമേ, രാമപാദേ ജപിക്കേണമെൻ മാനസം. ഹരേ കൃഷ്ണ. സ്വയംപ്രഭാസ്തുതിയിൽ ഭഗവാനോട് സ്വയംപ്രഭാദേവി സ്തുതിക്കുന്ന അവസാന ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. അപ്പോൾ ഭഗവാൻ സ്വയംപ്രഭയുടെ ആ സ്തുതിയിൽ വളരെ സന്തുഷ്ടനായിട്ട് ചോദിക്കുകയാണ്, ദേവി, അവിടുത്തെ മനസ്സിന് ഇംഗിതമുള്ളത് എന്താണ്, അവിടുത്തെ ആഗ്രഹം എന്ന് എന്നോട് പറഞ്ഞാലും ഞാനത് അങ്ങയുടെ ഈ സ്തുതിയിലൂടെ കാലങ്ങളായി എന്നെ കാത്തിരിക്കുന്ന അവിടുത്തെ ആ മനസ്സിന് ഞാൻ അതിന് പകരമായി ഞാൻ അവിടത്തേക്ക് എന്താണ് ചെയ്യേണ്ടത്, ആഗ്രഹമുള്ളത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ, ഇന്നു വന്നീ മമ കാംക്ഷിതമൊക്കവേ എത്ര കുത്രാപി വസിക്കിലും തൊൽപാദഭക്തിക്കിളക്കം ഉണ്ടാകാതിരിക്കണം. ഞാൻ എവിടെ വസിച്ചാലും ഏത് സമയത്ത് വസിച്ചാലും എത്ര ജന്മം എടുത്തു വന്നാലും അവിടുത്തോടുള്ള ഭക്തിക്ക് എനിക്ക് യാതൊരു ഇളക്കവും സംഭവിക്കല്ലേ ഭഗവാനെ എന്ന് സ്വയംപ്രഭാദേവി ഭഗവാനോട് പറയുകയാണ്. അതുപോലെ തന്നെയോ, പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചിടായിക മാനസേ. പ്രാകൃതന്മാരെന്ന് വെച്ചാൽ അജ്ഞാനികളായി ഭഗവാനെ അറിയാതെ അജ്ഞാന തിമിരാന്ധത്തിൽ ഭോഗസുഖങ്ങളിൽ മുഴുകി ഈശ്വരജ്ഞാനമില്ലാതെ ഭഗവാനെ തിരിച്ചറിയാതെ ജീവിക്കുന്ന ആ പ്രാകൃതന്മാരായിട്ടുള്ള ഒരു മനുഷ്യരോടും എനിക്ക് ഒരു സംഗമവും ജീവിതത്തിൽ എത്ര ജന്മം ജീവിച്ചാലും അതിലെങ്ങും ഉണ്ടാകല്ലേ ഭഗവാനെ എന്ന് പറയുന്നു. രാമരാമേതി ജപിക്കായി വരേണമേ, രാമപാദേ രമിക്കേണമെൻ മാനസം. എൻ്റെ പാദം, അങ്ങയുടെ പാദങ്ങളിലാണ് എൻ്റെ മനസ്സ് രമിക്കേണ്ടത്. എത്ര കാലം കഴിഞ്ഞാലും അങ്ങയുടെ പത്മപാദങ്ങൾ മാത്രമാണ് എൻ്റെ ഉള്ളിൽ സന്തോഷം തരേണ്ടത്. മറ്റ് യാതൊരു വരവും എനിക്ക് ആവശ്യമില്ല. എപ്പോഴും അങ്ങയോടുള്ള നിരന്തരമായ ഭക്തി മാത്രമാണ് എനിക്ക് ഏക ആഗ്രഹം. ഇങ്ങനെ ഇതാണ് ഒരു യഥാർത്ഥ ഭക്തന്റെ അല്ലെ ഭക്തയുടെ ഭഗവാൻ പ്രത്യക്ഷനാകുമ്പോൾ കൺമുന്നിൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുകയാണ് ശ്രീരാമചന്ദ്രപ്രഭുവിനെ. അപ്പോൾ സ്വയംപ്രഭാദേവി ചോദിക്കുകയാണ്, ഈ വരമാണ് ചോദിക്കുന്നത്, എനിക്ക് എപ്പോഴും ഭക്തി തരണേ എന്ന്. ഇപ്പൊ ഹനുമാൻ സ്വാമിയോട് ചോദിച്ചാലും ചോദിക്കണ്ട, ചോദിച്ചില്ലേലും നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഹൃദയഗുഹയിൽ ആരാണിരിക്കുന്നതെന്ന്. ഏതൊരു ഭക്തരോട് ചോദിച്ചാലും ഭഗവാനെ, കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, ഭക്തപ്രഹ്ലാദൻ ഉൾപ്പെടെ ഏത് ഭക്തരോട് ചോദിച്ചാലും അവർ എന്താണ് അങ്ങക്ക് വരം വേണ്ടത് എന്ന് ഭഗവാൻ അവരുടെ കൺമുന്നിൽ വന്ന് ചോദിച്ചാൽ പറയും, എനിക്ക് അങ്ങയോട് വിടാതെയുള്ള നിരന്തരമായ അങ്ങയുടെ ഭക്തി മാത്രം മതി. ആ പാദപങ്കജങ്ങളിൽ എപ്പോഴും ശിരസ് നമിച്ചുകൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പരമമായ സന്തോഷമല്ല ലക്ഷ്യം എന്നാണ് ഓരോരുത്തരും പറയുന്നത്, ആവശ്യപ്പെടുന്നത്. ഇവിടെ സ്വയംപ്രഭാ സ്തുതിയിലും അതുതന്നെയാണ്. നമുക്കാർക്കും ഇങ്ങനെയൊരു പൂർണ്ണ സമർപ്പണം എപ്പോഴാണോ ഉണ്ടാകുന്നത് അവിടെ മുതലേ ഭഗവാൻ നമ്മെ ഏറ്റെടുക്കുകയുള്ളൂ.
നമ്മൾ ഓരോ വ്യക്തികളും ഇതിനായി ഈ ഭഗവാന്റെ സ്തുതിയിലൂടെ അല്ലെ ഭഗവാനെ പൂർണ്ണ സമർപ്പണമായിട്ട് ചെയ്യുന്ന മനസ്സ് നമുക്ക് ഉണ്ടാവണം. ഓരോ വ്യക്തിക്കും സമർപ്പണം ഉണ്ടാവണം. ഞാൻ എൻ്റേത് എന്നുള്ള ആ പിടിച്ചു വയ്ക്കലുകളൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് കിട്ടിയതെല്ലാം ഭഗവാന്റെ ദാനം, ഭഗവാൻ നമുക്ക് തന്ന നന്മയുടെ, നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഒരു സാലറി ആയിട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി തന്ന ഒരു സമ്പന്നതയായിട്ടാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ നന്മകളെയും നാം ഭഗവാന്റെ മുന്നിൽ കാഴ്ചവെക്കേണ്ടത്. ഇവിടെ ഞാൻ ഞായറാഴ്ചകളിൽ സനാതന ധർമ്മ പാഠശാല നടത്തുന്നുണ്ടോ എന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. അതിൻ്റെ ക്ലാസ് ഇങ്ങനെ നന്നായി പോകുന്നു. എല്ലാ കുട്ടികളും എല്ലാ ഞായറാഴ്ചയും വളരെ വ്യഗ്രതയോടുകൂടി 9 മണിയാകുമ്പോൾ ഇവിടെ എത്തും. അപ്പോൾ ആ കുട്ടികൾക്ക് ഓരോ ദിവസവും ഞാൻ ഓരോ ടോപ്പിക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു കൊടുത്തത് ഭഗവാനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാകണം ഓരോ വ്യക്തികളും ഓരോ കുട്ടികളും എന്നാണ്. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. എല്ലാവരും നമുക്ക് കിട്ടിയ, നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയോട് ഒരു പെൻസിലോ പെന്നോ ഒക്കെ ചോദിച്ചാൽ നമ്മൾ ഉടനെ അത് ചോദിച്ചിട്ട് തിരികെ കൊടുക്കുമ്പോൾ നമ്മൾ താങ്ക്സ് പറയും. നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി താങ്ക്സ് പറയും. പക്ഷെ നമുക്ക് ജീവൻ തന്ന, നമ്മളെ നിലനിർത്തുന്ന, ആരോഗ്യം തന്ന, കാഴ്ചയുള്ള കണ്ണ് തന്ന, സൗന്ദര്യമുള്ള ശരീരം, ആരോഗ്യമുള്ള ശരീരം, ബുദ്ധിയുള്ള ഒരു ബ്രെയിൻ, അതുപോലെ തന്നെ കേൾവിയുള്ള ചെവി, സംസാരിക്കാൻ കഴിയുന്ന നാവ്, പ്രവർത്തനോന്മുഖമായ കർമ്മശേഷിയുള്ള ശരീരം, നല്ല അച്ഛനമ്മമാരെ, നല്ല ബന്ധുജനങ്ങളെ, നല്ല കുടുംബത്തെ, നല്ല വിദ്യാഭ്യാസം, നല്ല സ്കൂള്, ഇതെല്ലാം നമുക്ക് തന്നില്ലേ? നമ്മൾ എങ്ങനെയായിരുന്നോ ജനിച്ചത് അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തരായി നമ്മൾ ഉയർന്നു വരികയല്ലേ ചെയ്തത്. ഭഗവാനിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവർ ഉയരുക തന്നെ ചെയ്യും. അവരുടെ ജീവിതത്തിൻ്റെ ആ പഴയ ഘട്ടങ്ങളിലൂടെ ഇങ്ങനെ അവരുടെ മനസ്സ് സഞ്ചരിച്ചാൽ എത്രയെത്ര കഷ്ടങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോന്നിട്ടുള്ളത്. എത്ര വലിയ തിരമാലകളെ മറികടന്നാണ് എൻ്റെ ഈ ചെറിയ തോണി തുഴഞ്ഞ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് നമ്മൾ ഓർക്കുക, പിന്നേക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ജീവിതമാകുന്ന മഹാസാഗരത്തിലൂടെ ഒരു ചെറിയ വള്ളത്തിൽ നാം തന്നെ തുഴയുന്ന ആ ഒരു വള്ളത്തിൽ നാം എത്രയെത്ര സാഹസികമായ യാത്രകൾ കടന്ന് തിരമാലകളെ എല്ലാം പിന്നിട്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ ഏതവസ്ഥയിലാണോ ഈ നിൽക്കുന്നത്, ഇവിടെ വന്ന് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് തോന്നും എത്രയെത്ര സംഭവങ്ങൾ ജീവിതത്തിൽ കടന്നുപോയി, ഇനി എന്ത് പേടിക്കാനാണുള്ളത്? ഇത്രയും സംഭവങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ നാം ജീവിതത്തെ സാഹസികമായി നേരിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കിനിയും വലിയ പേടിയൊന്നും ഉണ്ടാവുകയില്ല. കാരണം ചിലർ പറയും ഈ അനുഭവിച്ചതിനേക്കാൾ വലുതൊന്നും അനുഭവിക്കാനില്ലല്ലോ എന്ന്. ചിലർ പറയും എന്തനുഭവം വന്നാലും ഞാൻ അതിനെ നേരിടാൻ എനിക്ക് മനസ്സിന് പക്വതയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം അല്ലെങ്കിൽ അറിവും എല്ലാം ഞാൻ നേടിക്കഴിഞ്ഞു. എങ്ങനെയാണ് നേടിയത്? നാം നേടിയെടുത്ത അല്ലെങ്കിൽ നാം കടന്നു വന്ന വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ നേരിട്ട വിപരീതമായ അനുഭവങ്ങളുടെ പ്രതികൂല അനുഭവങ്ങളിൽ നിന്നും നേടിയെടുത്ത കരുത്താണ് നമ്മെ ജീവിതത്തിൽ ഇവിടെ കൊണ്ട് എത്തിച്ചത് അല്ലേ? അപ്പോൾ ആ ജീവിത പരീക്ഷണങ്ങൾ ഓരോന്നും നമ്മെ കൂടുതൽ കൂടുതൽ കരുത്തുറ്റവരാക്കിയും കൂടുതൽ ശോഭയുള്ളവരാക്കുവാനും വേണ്ടിയായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നതാണ് ഈശ്വരനിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ പാഠം. മാത്രമല്ല, ഏത് കർമ്മങ്ങൾ വന്നാലും ആ കർമ്മങ്ങളൊക്കെ നാം ചെയ്ത കർമ്മങ്ങളുടെ അനന്തരഫലം നാം അനുഭവിക്കേണ്ട കർമ്മങ്ങളാണ്. കർമ്മ ബന്ധങ്ങളിലൂടെ ആ കർമ്മകാണ്ഡങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുമ്പോൾ, ഭഗവത്ഗീത നമ്മൾ ശരിക്കും ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ഒന്നിനെക്കുറിച്ച് ഒരു പരാതിയോ ആരെക്കുറിച്ച് ഒരു എതിരഭിപ്രായമോ ഒന്നും ഉണ്ടാകുകയില്ല. നമ്മൾ എല്ലാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. കുടുംബത്തിലുള്ളവരും സമൂഹത്തിലുള്ളവരും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരും ഒക്കെയായിട്ട് ജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധത്തിൻ്റെ ഫലമാണ് വീണ്ടും നമ്മൾ ഇവരെയൊക്കെ വീണ്ടും കണ്ടുമുട്ടുകയും നമ്മൾ എവിടെയോ ജനിച്ചു, മറ്റെവിടെയോ താമസിക്കുന്നു, എവിടെയൊക്കെയോ ജോലി ചെയ്ത് പല സ്ഥലങ്ങളിലും നമ്മൾ അലയുന്നു. ഇതൊക്കെ നമ്മുടെ കർമ്മബന്ധത്തിൻ്റെ ഫലമാണ്.
അവിടെയുള്ള വ്യക്തികൾ ഒക്കെയായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയും അവരെ സ്നേഹിക്കുകയും അവരെ അറിയുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിൽ എൻ്റെ എൻ്റെയൊക്കെ സ്കൂൾ അകലെയായത് കാരണം മോന് വളരെ 7-10 ആകുമ്പം എൻ്റെ വലിയ മോന് സ്കൂളിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവൻ്റെ ചെറിയ കുട്ടിയായിട്ടിരുന്ന സമയത്ത് ആ ബസ് അപ്പോഴേ ഇവിടെ എത്തുമായിരുന്നു, സ്കൂൾ ബസ്. അപ്പോൾ അതിന് അത്ര ചെറുതായിട്ട് ഇരിക്കുന്ന കുട്ടിയെ അത്രയും ബുദ്ധിമുട്ടി അവിടെ കൊണ്ട് വിടുന്നതൊക്കെ, അത്രയും രാവിലെ വിടുന്ന ബുദ്ധിമുട്ടോർത്ത് ആ സ്കൂളിനടുത്തൊരു വീട്, അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടായിരുന്നു. അവർ പുതിയ വീട് വെച്ചപ്പം ആ പഴയ വീട് അവിടെ ഇട്ടിരുന്നതാണ്, അത് ഞങ്ങൾക്ക് തന്ന് താമസിക്കുവാൻ വേണ്ടി. അപ്പോൾ മോൻ അങ്ങോട്ട് നടന്നു പോകാവുന്ന ദൂരവേ ഉള്ളൂ. എനിക്കും എൻ്റെ സ്കൂളിലേക്ക് എൻ്റെ ചെറിയ മോനും ഒക്കെ ആയിട്ട് നടന്നു പോകാം. ഞങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ സംസാരിച്ച് നടന്നു പോയ ഒരു നല്ല 10 മാസക്കാലം ഒരു സ്കൂൾ വർഷം ഉണ്ടായിരുന്നു. വളരെ വളരെ സന്തോഷമായിട്ട് ആ വീടിന് പരിസരത്തൊക്കെ താമസിക്കുന്ന പ്രായമുള്ള അമ്മമാരും ചെറുപ്പക്കാരും ഒക്കെയുണ്ട്. എനിക്ക് വളരെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒത്തിരി ബന്ധങ്ങൾ അവിടെയുണ്ട്, വളരെ സ്നേഹമുള്ളവർ. ഞാൻ രാവിലെ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം വന്ന് ഗേറ്റ് തുറക്കുമ്പോഴേ ഈ വീടിനെ കുറിച്ചും ഇവിടെ ഞാൻ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടാണ് പോയത് എന്നൊക്കെ ഉള്ളത്, ഡ്രസ്സൊക്കെ നനച്ചിട്ടിട്ട് അതൊക്കെ നനയുകയൊക്കെ ചെയ്യുമായിരുന്നു അന്ന്. ഇതാണ് ഞാൻ ആ വീട് അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ വീടിന് പരിസരത്തുള്ള അമ്മമാരോ അല്ലെങ്കിൽ അനുജത്തിമാരോ ചേച്ചിമാരോ ഒക്കെയുള്ള എല്ലാവരും എത്രയോ സന്തോഷ സ്നേഹമാണ് എനിക്കുന്നത്. അവർ ആ ഡ്രസ്സൊക്കെ മടക്കി അതിനിങ്ങനെ ഒരു വിശാലമായിട്ടുള്ള തിണ്ണയൊക്കെ ഉണ്ട് ആ വീടിൻ്റെ 4 ഭാഗത്തുമായിട്ട്. അവിടെ വന്നിരുന്ന് എല്ലാവരുടെ വർത്തമാനം പറയുകയും എന്ത് രസമുള്ള ഒരു ജീവിതമായിരുന്നു. ആ ഒരു 8-9 മാസക്കാലം കടന്നുപോയത് അറിഞ്ഞില്ല. അതിനുശേഷം വീണ്ടും എൻ്റെ വീട് ഇങ്ങനെ അടച്ചിട്ടിരുന്നിട്ട് ഇടയ്ക്ക് വന്ന് കയറുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. ഞാൻ ഒരുപാട് സ്നേഹിച്ച് ജീവിച്ച എൻ്റെ വീടിനകത്തിൽ ആരുമില്ലാതെ എൻ്റെ അയൽപ്പക്കക്കാരൊക്കെ പറയും, ഈ ഗേറ്റിൻ്റെ അടുക്ക വരുമ്പോൾ രാജിന്ന് വിളിക്കാതെ പോകാതെ ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഗേറ്റും വീടും ഒക്കെ അടച്ചിട്ടേക്കുന്നത് ഞങ്ങൾക്ക് വലിയ ദുഃഖമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇവിടുത്തെ സ്നേഹം ഓർത്ത് ഞാൻ വീണ്ടും തിരിച്ച് ഒരു സ്കൂൾ വർഷം കഴിഞ്ഞപ്പോൾ തിരികെ വന്ന്. പക്ഷേ ഇപ്പോഴും എൻ്റെ മൂത്ത ആൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്, ഇപ്പോൾ അവന് 21ാമത്തെ വയസ്സാകുന്നു. അപ്പോൾ ഇപ്പോഴും എന്നെ അവിടെയുള്ള ഓരോരുത്തരും എന്നെ അമ്മമാരും ചേച്ചിമാരും അനുജത്തിമാരും എല്ലാം ആ നാട്ടിൽ എന്ത് വിശേഷം അവരുടെ വീടുകളിലുണ്ടെങ്കിലും എന്തൊരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും എന്നെ വിളിക്കും. എന്നെ വിളിക്കുന്ന എത്രയോ അമ്മമാരൊക്കെ ഉണ്ട് എൻ്റെ ഫോണിൽ. ഞാൻ എത്ര ഫോൺ മാറിയാലും അവരുടെ ഫോൺ മാറിയാലും അവരെൻ്റെ നമ്പരെല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കും. എന്നെ സ്നേഹത്തോടെ വിളിച്ച് സംസാരിക്കും. ആ ഒരു 10 മാസക്കാലം ഞാനിവിടെ ജീവിച്ചുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, ഇവിടെയുള്ള ഞാൻ ഒരിക്കലും ഞാൻ എൻ്റെ വീട് ഉപേക്ഷിച്ച് പോകാത്ത ഞാൻ എന്തിന് ഞാൻ പെട്ടെന്ന് അവിടെ പോകണമെന്ന് എനിക്ക് തോന്നി. അത്രയും നാൾ അവിടെ ജീവിച്ചു, തിരിച്ച് വീണ്ടും അതുപോലെ ഇവിടെ വന്നു. ആ സ്നേഹവും എല്ലാം ഒരു വിഷുക്കാലമൊക്കെ ആയിരുന്നു. എത്ര നന്നായിട്ട് ഞങ്ങൾ ആ വിഷുവൊക്കെ ആഘോഷിച്ച അയൽപ്പക്കക്കാരും ഞങ്ങൾ എല്ലാവരുടെ ആ വിഷുവും കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ തിരികെ വന്നത്. അപ്പോൾ എത്ര സ്നേഹമായിരുന്നു, അതാണ് നമ്മൾ മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതോ ഒരു ജന്മത്തെ. അപ്പം ഞാൻ എൻ്റെ മക്കളോട് പറയായിരുന്നു, നമ്മൾ എന്തൊരു ജന്മം ആ നാട്ടിൽ ആ ആൾക്കാരും എല്ലാമായിട്ട് ജീവിച്ചു പോയി മോനെ. അതുകൊണ്ടാണ് വീണ്ടും ഏതോ ഒരു ജീവിതത്തിൻ്റെ ഒരു ഒഴുക്കിൽ നമ്മൾ പെട്ട് വീണ്ടും അവിടെ പോയി ആ ആൾക്കാരെ വീണ്ടും കാണുകയും അവരും നമ്മളും എല്ലാം കൂടെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുകയൊക്കെ ചെയ്തത് എന്ന്. അത് ഒരു ബാക്കി വെച്ചിരുന്ന സ്നേഹം കൊടുക്കുവാനും തിരികെ മേടിക്കാനും ഒക്കെ പോയ പോലെ തോന്നി. അതാണ് ജീവിതത്തിലെ നമ്മൾ ഓരോ വഴിത്തിരിവെന്ന് പറയുന്നത്. നമ്മൾ ആകസ്മികമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തികളെ പോലും നമുക്ക് ജീവിതത്തിൽ എന്നും പ്രയോജനമുള്ളവരെ എന്നോ നമ്മൾ പരിചയപ്പെടുകയും അവരും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രയോജനമുള്ള ജീവിതമൊക്കെ നയിച്ചിട്ടുണ്ടാവും. എല്ലാം കർമ്മബന്ധത്തിന്റെ ഫലമാണ്. നമ്മൾ എവിടെ പോകുന്നതും ആരെ കാണുന്നതും എങ്ങനെ വരുന്നതും പോകുന്നതും എല്ലാം കർമ്മബന്ധമാണ്. കർമ്മമാകുന്ന നൂലിലൂടെ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മുത്തുമണികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ കർമ്മബന്ധത്തിന്റെ ഫലം ആണ് നാം അനുഭവിക്കുന്ന ജീവിതം. നമുക്ക് കിട്ടുന്ന സന്തോഷമാണേലും ദുഃഖമാണേലും സ്നേഹമാണേലും വൈരാഗ്യമാണേലും എല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ കർമ്മത്തിന്റെ ഫലമാണ് എന്ന സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരോടും
നമ്മളോട് ദേഷിക്കുന്നവരോടും നമുക്കൊരു വിഷമം ഉണ്ടാവുകയില്ല, നമ്മളെ ദ്രോഹിക്കുന്നവരോടും ഒരു വിഷമം ഉണ്ടാകില്ല. കാരണം നമ്മൾ അവരെയും ദ്രോഹിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു കാലം. ഈ ജീവിതമാകുന്ന ഈ മഹാസാഗരത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു നദിയിലേക്ക് ശ്രീരാമചന്ദ്രപ്രഭു ലക്ഷ്മണകുമാരന് കൊടുക്കുന്ന ഉപദേശത്തിലുണ്ട്, ഇത് കാലമാകുന്ന പാമ്പിന്റെ വായിലേക്ക് വന്ന് പെടുകയാണ്. സത്യം പറഞ്ഞാൽ കാലമാകുന്ന ഒരു നദിയിലേക്ക് നമ്മൾ ഏതോ ഒരു സമയത്ത് ഒരു പുഷ്പം പോലെ അടർന്നു വീണതാണ്. ആ അടർന്നു വീണ് കിടക്കുന്ന ആ പുഷ്പം ഏതെല്ലാം ആ നദിയുടെ ഒഴുക്കനുസരിച്ച് തട്ടും തടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒഴുകി 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 ഒരു സമുദ്രമാകുന്ന ആ കാലമാകുന്ന ഭഗവാന്റെ വായിലൂടെ കടന്ന് അടുത്ത ജന്മം സ്വീകരിച്ച് വീണ്ടും 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 നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒഴുക്കിന് അവസാനം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തരാകാൻ കഴിയണം. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തരാകാൻ കഴിയുന്നതിന്റെ തുടക്കമാണ് ഭഗവത് സത്സംഗങ്ങള്, പാരായണങ്ങള്, കീർത്തനങ്ങള്. അവയൊക്കെ ഇങ്ങനെ അതിലൂടെ കടന്നുപോയി, ഭഗവത് പൂജയിലൂടെ കടന്നുപോയി. അങ്ങനെ നമ്മുടെ മനസ്സിലെ അഷ്ടരാഗങ്ങളൊക്കെ നമ്മൾ ക്രമേണ ഓരോന്നോരോന്നായി അഴിച്ച് വിട്ട് നമുക്ക് ഒരു പൂർണ്ണമായ ഒരു ഞാൻ എന്ന ബോധത്തിൽ, ഞാൻ ആരാണെന്നുള്ള ബോധത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഒരു ഈ രാഗദ്വേഷാദികളിൽ നിന്നെല്ലാം നാം വേർപെട്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തരാകാൻ കഴിയുന്ന, അതായത് നമ്മളിതൊന്നും ബാധിക്കുകയില്ല. ഇവിടെ നമ്മൾ വന്ന് ജീവിക്കുന്നു, പ്രകൃതിയുടെ മാറ്റങ്ങളനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുന്നു, കാലഗതിക്കനുസരിച്ച് നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കാലത്തിൽ നാം ജീവിക്കുകയാണ്. നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ലല്ലോ നമ്മൾ ശൈശവവും കൗമാരവും യൗവനവും ഒക്കെ കടന്നു വന്നത്. അപ്പോൾ നമ്മൾ ഓരോ മരണം ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവിക്കുകയാണ് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ശരീരത്തിനും എല്ലാറ്റിനും. അതിലൂടെ നമ്മൾ കരകയറി ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല, കാലഗതിയിൽ വന്നുപെടുന്ന ഓരോരുത്തരും ആ മഹാസത്യമായ, ആ പ്രപഞ്ച സത്യമായ ആ കാലത്തിനനുസരിച്ച് നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് നമ്മളെ ഒഴുക്കുന്നത്? നമുക്കറിഞ്ഞുകൂടാ. ആ അറിഞ്ഞുകൂടാത്ത സത്യമാണ് സാക്ഷാൽ ഭഗവാൻ. അത് ഓരോരുത്തർ ഓരോ നാമത്തിൽ വിളിക്കപ്പെടുന്നു എന്ന് മാത്രം. ഈ പ്രകൃതി നമുക്ക് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി നമുക്ക് ഭൂമിയെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ജീവാത്മാക്കളായി കടന്നു വരുന്ന നാം ഓരോരുത്തരും, സസ്യജാലങ്ങൾ, ഇവിടെ കാണുന്ന സർവ്വഭൂതങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ സന്നാഹങ്ങളും ഭഗവാൻ ഒരുക്കി വെച്ചിട്ടാണ് ഈ ഗൃഹത്തിലേക്ക് നമ്മെ ഓരോരുത്തരെ പറഞ്ഞയക്കുന്നത്. പക്ഷേ അത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു പേർ അവരുടെ സമ്പത്ത് അവർ കരുതും, അവർക്ക് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് അവർ കരുതുന്നത് ഇവിടെ ലഭിക്കുന്ന ഈ ജീവിതത്തിൽ പരമാവധി മറ്റുള്ളവരുടെ വിഭവങ്ങളോടെ ചൂഷണം ചെയ്ത് അവനവന്റെ തലമുറയ്ക്കും അവനവനും മാക്സിമം സുഖം അനുഭവിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഏറ്റവും വലിയ ജീവിതം എന്ന് അജ്ഞതയിലൂടെ, അന്ധകാരത്തിലൂടെ, അവിദ്യയിലൂടെ കടന്നു പോകുന്ന ഓരോ ജീവാത്മകൾക്കും തോന്നുന്ന അനുഭവമാണ്. അതുകൊണ്ടാണ് അവർ നമുക്ക് ജീവിക്കാൻ തന്ന പ്രകൃതിയെ, ഈ പ്രകൃതിയിലെ ഭൂമിയെ, മലകളെ, പുഴകളെ, പർവ്വതങ്ങളെ എല്ലാം പരമാവധി ചൂഷണം ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ വേണ്ടുന്ന സർവ്വതും ഈ പ്രകൃതിയിൽ ഭഗവാൻ തന്നിട്ടുണ്ട്. മായാപ്രകൃതിയായ ഭഗവാന്റെ ഛായയായ ദേവിയാണ് ഈ പ്രകൃതിയെ നിലനിർത്തിയിരിക്കുന്നത്. ഈ ഭൂരൂപങ്ങളെയെല്ലാം ഇതേ രൂപത്തിലാണ് ദേവി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ മലകൾ ഇങ്ങനെ അതിന്റെ ഒരു സ്ട്രക്ചറിലാണ് ഇവിടെ ഭൂമിയിൽ നിൽക്കുന്നത്. അതിന്റെ ചുവട്ടിൽ ചെന്ന് അതിനെ മാക്സിമം പറ്റാവുന്ന ഭീമൻ യന്ത്രങ്ങൾ കൊണ്ട് തുരന്ന് അതിന് നിലനിൽക്കുവാനുള്ള, ഇപ്പോൾ ഒരു നമ്മുടെ മനുഷ്യരുടെ കാലുകളാണ് ഇല്ലാതെ പോകുന്നതെങ്കിൽ നമുക്ക് പിന്നെ നിവർന്നു നിൽക്കാൻ, അതും നമുക്ക് വളരെ ശക്തിയുള്ള ഭാരമുള്ള ശരീരമാണെങ്കിൽ നമ്മൾ എപ്പോഴും ഉരുണ്ട് വീഴില്ലേ, ഒരു കാലിലോ ഒക്കെ ജീവിക്കുവാണെങ്കിൽ. അപ്പോൾ ശക്തമായ പർവ്വത സാന്നിധ്യം പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഭൂരൂപങ്ങൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ആ സ്ട്രക്ചർ നമ്മൾ തുരന്ന് എന്ന് അതിന്റെ മുകൾ ഭാഗം അവിടെ നിർത്തിയിട്ട് താഴ്വശം നമുക്ക് പരമാവധി നമ്മൾ തുരന്ന് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാനാണ്? അതിനൊരു ബാലൻസ് ഇല്ലേ? മലകൾക്ക്, പർവ്വതങ്ങൾക്കൊരു ബാലൻസ് ഇല്ലേ? അത് ബാലൻസ്
ബാലൻസ് വരണമെങ്കിൽ അതിൻ്റെ മേളിലെ ശക്തമായിട്ടുള്ള ആ രൂപം, അതിൻ്റെ ശക്തി നിലനിൽക്കാൻ അതിൻ്റെ പാദങ്ങളിലായിരുന്നു. മലയുടെ താഴ്വാരങ്ങളിൽ ആ ഏറ്റവും പരന്ന സ്ഥലങ്ങൾ വരെയും അതിനുള്ള ആ നിലനിൽപ്പുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കാർന്ന് തിന്ന് അവിടെ അതിന് നിലനിൽക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടു പോയി, ചുവട് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ നദികൾക്ക് വിശാലമായിട്ട് ഒഴുകുവാൻ, ഇപ്പം വിശാലമായ ആകാശത്തിലൂടെ പക്ഷികൾ ഇഷ്ടം പോലെ പറക്കുന്നു. അതുപോലെ ഭൂമിയിൽ നദികൾ നമുക്ക് വേണ്ടി ഭൂമിദേവിയുടെ മാറിടങ്ങളിലെ ഞരമ്പുകളാണ്, സ്തനങ്ങളിലെ ഞരമ്പുകളാണ് നദികൾ. ആ സ്തനങ്ങളിൽ നിന്ന് വരുന്ന പാല്, ആ നദിയിൽ നിന്ന് വരുന്ന ആ ശുദ്ധമായ ജലമാണ് ഭൂമിയിലെ മനുഷ്യർക്ക് ജീവജലമായി ഉപയോഗിക്കുന്നത്. ഭൂമിദേവിയാകുന്ന അമ്മയുടെ സ്തനങ്ങളിലൂടെ വരുന്ന ശുദ്ധമായ ആ പാലാണ് നദികളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന ശുദ്ധജലം. ആ ശുദ്ധജലവും വനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആ ഫലമൂലാദികളും ഭക്ഷിച്ച് എത്രയോ ആയിരം വർഷങ്ങൾ ഇവിടെ ജീവിച്ച മനുഷ്യരുണ്ട്, നമ്മുടെ പൂർവികർ. ശുദ്ധമായ ജലവും ശുദ്ധമായ ആഹാരവും കഴിച്ച് ജീവിച്ചവർ. അപ്പോൾ ആ ഭൂമിയിലൂടെ ഒഴുകുന്ന നദിക്ക് കരകവിഞ്ഞ് നദി ഒഴുകി എന്ന് പറയുന്നത് തെറ്റാണ്. നദികൾ ഒഴുകുന്നത് അതിന് യഥാർത്ഥത്തിൽ ഒഴുകേണ്ട സ്ഥലത്തൂടെ തന്നെയാണ്. നമ്മൾ ആ കരയിൽ പോയി താമസിക്കുകയും അവിടെ കൃഷി ചെയ്യുകയും അവിടെ നമ്മൾ വാസയോഗ്യമാക്കി തീർക്കുകയും ചെയ്തതുകൊണ്ടാണ് കര കവിഞ്ഞ് നദി ഒഴുകിയപ്പോൾ അതിലെല്ലാം മനുഷ്യർ പെട്ടുപോകുന്നത്. നദിക്ക് അതിൻ്റെ സന്തോഷമനുസരിച്ച്, അതിൻ്റെ വലിപ്പമനുസരിച്ച്, വർഷകാലങ്ങളിൽ നദിയുടെ വിസ്താരം കൂടുന്നതനുസരിച്ച് അതിന് ആർത്തുല്ലസിച്ച് വളഞ്ഞു പുളഞ്ഞൊഴുകാനുള്ള തീരങ്ങളെല്ലാം മനുഷ്യർ കയ്യേറി. അപ്പോൾ ആ നദി എന്ത് ചെയ്യും? അതിനൊഴുകണ്ടേ? നദിക്ക് അതിൻ്റെ യഥാർത്ഥ ഭാവത്തിൽ ഒഴുകി പോകണ്ടേ? അത് വരൾച്ചയുള്ള സമയത്ത് അത് വളരെ ശുഷ്കമായി കിടക്കുന്നു. അത് പ്രചണ്ഡമായി ഇഷ്ടം പോലെ ജലപാതം ലഭിക്കുമ്പോൾ അത് ആർത്തുല്ലസിച്ചൊഴുകി പോകുന്നു. അതിൻ്റെ തീരത്ത് അത് ആവശ്യപ്പെട്ടോ? അതിൻ്റെ കാരണമാണോ? അല്ല. നമ്മളുടെ ഈ മനുഷ്യരുടെ ആവേശം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കൊണ്ടാണ് നമ്മൾ നദീതീരവും പർവ്വതത്തിൻ്റെ അതിൻ്റെ പാദങ്ങളും എല്ലാം കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയോ ഈ വെള്ളം ഭൂമിയിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ജലം എങ്ങനെ സംഭവിച്ചു? ഈ ജലവിധാനങ്ങൾ, ഭൂമിയിൽ തന്നെ ധാരാളം ജലവിധാനങ്ങളുണ്ട്. പാടങ്ങളും കുളങ്ങളും ജലാശയങ്ങളും അങ്ങനെയുള്ള അരുവികളല്ല, ഇതെല്ലാം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നാം നികത്തി അതിൽ ജലവിധാനങ്ങൾ, ജലം സംഭരിച്ചു വെക്കേണ്ട ജലസ്രോതസ്സുകളെല്ലാം നമ്മൾ നികത്തി കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും മറ്റും ഓരോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചപ്പോൾ ജലം എവിടെയാണ് ഭൂമി സ്വരൂപിച്ച് വെക്കേണ്ടത്? ഭൂമി ദേവി എവിടെയാണ് ജലം സൂക്ഷിച്ചു വെക്കേണ്ടത്? അവിടെ എല്ലാം ആ ജലം സ്വീകരിക്കേണ്ട വായുകളായിരുന്നു, ഭൂമിയുടെ വാകളാണ്. അതെല്ലാം നമ്മൾ അടച്ച് കോൺക്രീറ്റ് കൊണ്ട് മൂടി വെച്ചു. അപ്പോൾ ആ ജലം എങ്ങോട്ട് പോകും? എവിടേക്ക് താഴും? എവിടേക്കാണ് ഭൂമിദേവി വലിച്ചെടുക്കേണ്ടത്? ഭൂമിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഒരു മഴയും ഒക്കെ പെയ്യുമ്പോൾ ഒരു പ്രളയമായി മാറുന്നത്. എവിടെയും വെള്ളം താന്ന് ഭൂമിയിലേക്ക് പോകുവാനുള്ള ഭൂമിയുടെ ആ വായകളെല്ലാം നമ്മൾ അടച്ചു വെച്ചു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഇനി എങ്ങനെയാണ് പ്രകൃതിയെ നമ്മളാണ്, നമുക്ക് ജീവിക്കാൻ അനുകൂലമായ പ്രകൃതിയെ സൃഷ്ടിച്ചു വെച്ചപ്പോൾ നാം തന്നെയാണ് അതെല്ലാം ഇല്ലാതാക്കി. നമ്മൾ വിചാരിക്കും ഒഴുകുന്ന ജലം അടച്ചു വെച്ചാൽ എന്താണ്? അതിന് വല്ല ജീവനുണ്ടോ? വനത്തിന് ജീവനുണ്ടോ? പർവ്വതത്തിന് ജീവനുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ ആവശ്യം പോലെ അതിനെ എല്ലാം നമുക്ക് എടുക്കാമെന്ന്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ഭഗവാന്റെ ചൈതന്യം, നാം ചിന്തിക്കുന്ന പോലെയുള്ള ചിന്തകളെല്ലാം അതിനും ഉണ്ട്. സംസാരശേഷി ഇല്ലെന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ വീടിനടുത്തായിട്ടൊരു ഭാഗത്ത് ഇങ്ങനൊരു റോഡ് അരികിലൂടെ ഇങ്ങനെ ഒരുപാട് ദൂരെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഞാനതിന് ഈ നാട്ടിൽ താമസിക്കാൻ എന്നെ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് തൊട്ട് ഞാനിങ്ങനെ നടന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ബസ് കയറാൻ പോകുന്നിടത്തോടെ നടന്നാണ് ഒരു ശകലം കുറച്ചങ്ങോട്ട് പോകേണ്ടത് ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഓരത്തൂടെ ഞാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഈ നദിയുടെ ഈ സൈഡിലൂടെ ഒഴുകുന്ന റോഡിനരികിലൂടെ ഒഴുകുന്ന ആ തോടിലെ ആ വെള്ളവും ഒക്കെ ഇങ്ങനെ കണ്ട് അതിങ്ങനെ ശബ്ദമൊക്കെ ആസ്വദിച്ച് അവിടേക്ക് ഇങ്ങനെ ഒരുപാട് ചെടികളൊക്കെ നമ്മൾ പേരറിയാതെ ഒത്തിരി പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ കിളിച്ച് നിൽക്കും. അതിനെയൊക്കെ ആസ്വദിച്ചായിരിക്കും ഞാനിങ്ങനെ എവിടെയായാലും നടന്നു പോകാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ പ്രകൃതിയെ കണ്ടുപോകാം. വണ്ടിയിലൊക്കെ സ്പീഡിൽ പോകുമ്പം എതിരെ വരുന്ന മനുഷ്യരെ പോലും ശ്രദ്ധിക്കാൻ കഴിയുകയില്ല. അപ്പം നടന്നു പോകുക, എവിടെയെങ്കിലുമൊക്കെ അവസരം കിട്ടുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു റോഡിൻ്റെ
രണ്ട് ഭാഗത്തുമുണ്ട്. പിന്നീട് റോഡ് വലുതാക്കിയപ്പോൾ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് മറുഭാഗത്തു നിന്ന് ഓട വെച്ചിട്ട് ഈ വലിയ ഭാഗത്തേക്ക് വെള്ളം ഒഴുകി പോകുന്ന ഒരു ഏരിയ ഉണ്ട്. അങ്ങനെ അത് ഒഴുകി അങ്ങ് പടിഞ്ഞാറങ്ങ് ഒരുപാട് മാറി ഒരു കായലൊക്കെ ഉണ്ട്. ആ കായലിലേക്കാണ് ആ വെള്ളം ചെന്ന് പതിക്കുന്നത്. അതിനുള്ള സൗകര്യം ഒരു തോടിലേക്ക് വന്നിട്ട് ആ തോടിൽ നിന്ന് കായലിലേക്ക് പതിക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ ഇവിടെ താമസിക്കാൻ വന്ന സാഹചര്യത്തിൽ തൊട്ട് കണ്ടത്. പിന്നീട് ഈ ഒരു വഴിയിലേക്ക് തന്നെ ജലം പോകുന്ന ആ ഭാഗത്ത് ആ ഭൂമിയെല്ലാം നികത്തിയിട്ട് ഈ റോഡിനോട് അരികിൽ വരെയും നികത്തിയതങ്ങ്. ആ വെള്ളം ഒഴുകി പോകുന്ന ചാലിന്റെ അരികു ഭാഗം വരെയും നികത്തിയിട്ട് അവിടെ ഓരോ കെട്ടിടങ്ങളൊക്കെ പണിഞ്ഞു, വീടുകൾ. ഓരോരുത്തരും അവനവന്റെ ഇഷ്ടമനുസരിച്ച്. അപ്പോൾ പഞ്ചായത്തിൽ നിന്നൊക്കെ ഓഫീസിൽ നിന്നൊക്കെ അനുവാദം മേടിച്ച് കാണുമായിരിക്കും ആ ഭൂമിയൊക്കെ അതുപോലെ റോഡ് അരികു വരെയും നികത്താൻ. അല്ലെങ്കിൽ അവിടെ ഓട കെട്ടി തിരിക്കേണ്ടതായിരുന്നു. ഓരോ മതിലിന്റെയും അരികിൽ ഓട കെട്ടിയിട്ട് ആ ജലം ഒഴുകുവാനുള്ള സംവിധാനം ഉണ്ടാക്കിയതിന് ശേഷം വേണമായിരുന്നു അവിടെ ആ വീടുകളൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ ആ റോഡിനോട് ചേർന്ന് അവർ ഗ്രാവലൊക്കെ ഇട്ട് ആ ജലത്തിന്റെ സ്രോതസ് ജലം ഒഴുകി ആർത്തുല്ലസിച്ച് ചെറു മീനുകളും ഒക്കെ ആയിട്ട് ഒഴുകി തുടിച്ച് കളിച്ചിങ്ങനെ പോകുന്ന ചെറിയ അലകൾ ഉണ്ടാക്കി പോകുന്ന ഒരു ചെറിയ തോടുണ്ടായിരുന്നു. ആ തോട് മൂടി അവിടെ ഒരു വീടും വെച്ച് അതിന്റെ മണ്ടയ്ക്ക് സുഖമായിട്ട് ജീവിക്കുന്നു. കാറും മറ്റ് സൗകര്യങ്ങളും എല്ലാമായിട്ട് അവർ ആ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് അവിടെ 3 പുരുഷന്മാരും അച്ഛനും അമ്മയും 2 ആൺകുട്ടികളെന്ന് വെച്ചാൽ വലിയ വിവാഹം കഴിച്ചവരാണെന്ന് തോന്നുന്നു. കഴിച്ചവരായിട്ടുള്ള ആണുങ്ങളാണ് ഇവർ. അവിടെ വന്ന് എവിടെയോ നിന്ന് വന്നിട്ട് അവിടെ വന്ന് വസ്തു വാങ്ങി അതെല്ലാം നികത്തി വീട് വെച്ച് താമസിക്കുകയാണ്. ആദ്യം ആ അച്ഛനെന്ന് പറയുന്ന ആളൊരു ചെറുപ്പക്കാരനായ മനുഷ്യനാണ്. എന്തൊക്കെയോ ജോലിയൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുന്ന റിട്ടയർമെന്റ് കഴിഞ്ഞ ഒരാളാണ്. അധികം പ്രായമൊന്നുമില്ല, റിട്ടയർമെന്റ് ആണെങ്കിലും വളരെ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബ്രെയിനൊക്കെ എന്തോ ഒരു സ്ട്രോക്ക് പോലെ വന്ന് ഞരമ്പുകളൊക്കെ പൊട്ടിയിട്ട് ബ്ലഡ് ഒഴുകിയാണ് മരിച്ചത്. വളരെ വളരെ അടുത്ത് തന്നെ ആ മൂത്ത മകനും അങ്ങനെ തന്നെ പൊടുന്നനെ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾ നാട്ടിൽ വന്ന് ആ ഇടയ്ക്ക് തന്നെ ഒരു ചെറിയ കുട്ടിയൊക്കെ ഉണ്ട്, 1-2 കുട്ടികളുമൊക്കെ ഉണ്ട് ആളിന്. അങ്ങനെ തന്നെ അത് നാടിനെ നടുക്കിയ ഒരു മരണമായിരുന്നു. വളരെ ആരോഗ്യവനായ ചെറുപ്പക്കാരനായ ഒരു ആള്. അതും പെട്ടെന്നൊരു കുഴച്ചിൽ പോലെ വന്ന് ഒരു സ്ട്രോക്ക് പോലെ വന്ന് ബ്രെയിനിൽ എന്തോ ഒരു ഞരമ്പ് പൊട്ടിയിട്ട് ചെവിയിലൂടെയും മൂക്കിലൂടെയും എല്ലാ നവദ്വാരങ്ങളിലൂടെ രക്തം ഒഴുകി മരിക്കുകയാണ് പൊടുന്നനെ ചെയ്തത്. അപ്പോൾ ഇനി അതൊക്കെ നാടിനെയൊക്കെ നടുക്കിയ ഒരു സംഭവം. ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് വല്ലാതെ വിഷമിച്ച്. 2 ചെറിയ കുട്ടികളൊക്കെ ഉള്ള ജീവിക്കാനൊക്കെ തുടങ്ങിയവരെ ആണല്ലോ. ആ വീട്ടിൽ ഇങ്ങനെ ദുരന്തം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നല്ലോ. ഭഗവാനെ, എന്താണ് ഇനി അതിനൊരു മാർഗം? എന്തായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കുന്നത്? ഏതൊരു അവസരത്തിൽ ഞാൻ ആ വീട്ടിൽ എന്തൊരാവശ്യത്തിന് വേണ്ടി അവിടുത്തെ ആ അമ്മയോട്, അമ്മ എന്ന് പറയാൻ പറ്റില്ല, അവർ അധികം പ്രായമില്ലാത്ത ആളൊരു ചേച്ചി, അവരോട് ഞാൻ എന്തൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി എൻ്റെ ആ ഇളയാള് എൻ്റെ എക്സ്പേർട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ എൻ്റെ എന്തോ പ്രശ്നം വന്നപ്പോൾ അത് ചോദിക്കാനോ മറ്റോ നന്നാക്കി എടുക്കുന്നതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഞാൻ ആ വീട്ടിൽ ചെന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ അന്നൊരു ഭാഗവതം പാരായണം നടക്കുകയായിരുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു. പറഞ്ഞു അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ വർഷങ്ങളായിട്ട് ഭാഗവതം പാരായണം ചെയ്യുമായിരുന്നു. അതിവിടെ വന്നപ്പോഴും മുടക്കുന്നില്ല. ഇങ്ങനെ എല്ലാ മാസവും ഭാഗവതം പാരായണം ചെയ്യും. ഓരോരുത്തരുടെയും നാളിനാണ് ചെയ്യുന്നത്. ഒരു 3 വർഷക്കാലം ഒരാളുടെ നാളിന്, അടുത്ത 3 വർഷം വേറൊരാളുടെ നാൾ, അങ്ങനെ ചെയ്തു വരികയാണ്. അപ്പോൾ ഈശ്വര സാന്നിധ്യമുള്ള അവരെ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവരല്ല. അന്നേരം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ മരണമൊക്കെ സംഭവിച്ചപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിച്ചതിന് കാരണം? അവർ ഭഗവാനെയൊക്കെ അറിയുന്നവരാണല്ലോ, ഭഗവത് സേവയിൽ ഒക്കെ ഇരിക്കുന്നവരാണല്ലോ, എന്നിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ ഭഗവാനെ. എത്ര പെട്ടെന്നാണ് 2 പേര് ഒരു വീട്ടിൽ ഒരേപോലെ മരിച്ചു പോയത്, ഒരേ സിംറ്റംസ് ഒക്കെ കാണിച്ച്.
എന്ന് ആ രാത്രിയിൽ ഞാനൊരു മയക്കത്തിൽ കാണുകയാണ്. അവിടെ കൂടെ ഇങ്ങനെ പുളച്ചൊഴുകുന്ന ആ ജലാശയത്തിൻ്റെ മുകളിൽ ഈ മണ്ണ് ഇട്ട് മൂടിയപ്പോൾ ആ നദി അനുഭവിക്കുന്ന, ആ ജലം അനുഭവിക്കുന്ന വേദന, അതിന് മുന്നോട്ട് പോകാൻ കഴിയാതെ അത് പുളച്ച് പലയിടത്തായിട്ട് ചിന്നിച്ചിതറി ഒഴുകുന്നതായിട്ട് ഞാൻ കാണുകയാണ്. ആ നദി എന്നോട്, ആ ജലം എന്നോട് സംസാരിക്കും. നദിയൊന്നുമല്ല, ഒരു ചെറിയ കൈത്തോടാണ്. അതെന്നോട് ആ ജലത്തിൻ്റെ വേദന എന്നോട് പറയുന്നതായിട്ട് ഞാൻ കാണുകയാണ്. അത് ഒഴുകാനൊരു മാർഗമില്ല. ശ്വാസം മുട്ടിയിട്ട് അതിൻ്റെ ജലവിധാനം പലയിടത്തേക്കും ചിന്നിച്ചിതറി പോകുന്ന ഒരു രംഗം, ഹൃദയം പൊട്ടുന്ന ഒരു രംഗം പോലെ, ഒരു മനുഷ്യൻ്റെ രംഗം പോലെ എനിക്ക് ആ ജലം എന്നോട് സംസാരിക്കുന്നതായിട്ട് തോന്നി. അപ്പോഴാണ് എനിക്ക് ജലത്തിൻ്റെയൊക്കെ ആ ശക്തി, അതിനുള്ള ആ വികാരങ്ങൾ, അതിൻ്റെ ഇമോഷൻസിനെ കുറിച്ചൊക്കെ ഞാൻ ശരിക്കും ബോധവതിയായത് അപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ മനുഷ്യരിങ്ങനെ അതിൻ്റെ ആ ഗതി തടസ്സപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചപ്പോൾ അവിടെയുള്ള മനുഷ്യരുടെയും ഗതി അവർ തടസ്സപ്പെടുത്തി, ജലം തടസ്സപ്പെടുത്തി. അപ്പോൾ ആ ജലത്തിൻ്റെ ശക്തി ഒന്ന് നോക്കിയേ. എനിക്കപ്പോൾ ഭയമായി. രാവിലെ ഉണർന്നപ്പോൾ ഇനി ഒരാളും കൂടെ ഉണ്ട്, ഇളയാൾ അവിടെ താമസിക്കുന്നത്. അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും സംഭവിക്കും, ഞാൻ എങ്ങനെ ഇത് ഇവരോട്, ഞാനുമായിട്ട് വലിയ അടുപ്പമൊന്നും ഉള്ളവരല്ല, തൊട്ടടുത്തങ്ങ് ഉള്ളവരുമല്ല, എങ്ങനെ അവിടെ ചെന്ന് പറയും, എങ്ങനെ ഇതൊക്കെ അവതരിപ്പിക്കും എന്നോർത്തിങ്ങനെ ഞാൻ വിഷമിക്കുകയാണ്. അവരോട് പറഞ്ഞാൽ അവർ വെച്ച വീടൊക്കെ ഇങ്ങനെ ഇനിയും അതിൻ്റെ മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് മതിലും റോഡ് വരെയും വൃത്തിയാക്കിയിട്ടേക്കും, അതൊക്കെ പൊളിച്ചിട്ട് അവർ ചെയ്യുമോ? വല്ല സാധ്യതയുള്ള കാര്യമാണോ? പറയാൻ ചെന്ന എന്നേക്ക് എന്തായിരിക്കും അനുഭവം എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ സ്വപ്നദർശനം കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പം ഞാൻ അതിനൊന്നും മുതിർന്നില്ല. പക്ഷെ ഞാൻ അവരെ നിരന്തരം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഏതോ ആകസ്മികമായി ഇങ്ങനെ ആരോ സംസാരിക്കുമ്പോൾ അവിടുത്തെ ഇളയാളിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേറൊരു സ്ഥലത്ത് വീട് വെച്ച് ഭാര്യയുടെ വീടിനടുത്താണ്. ആ ഇളയാൾ വിവാഹം കഴിച്ചിരുന്ന, കുട്ടികളൊന്നുമില്ല, ആ ചെറിയ പ്രായം തന്നെയാണ്. ആ ഭാര്യയുടെ വീടിനടുത്ത് അവർ വസ്തു വാങ്ങി അവിടേക്ക് മാറി എന്ന്. ഈ വീട്ടിൽ മൂത്ത ആ മരിച്ച ആളിൻ്റെ മരുമകളും ആ ഭാര്യയും ഈ അമ്മയും മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടിയും വേറെ അതിൻ്റെ വീട്ടിലെവിടെയോ ആണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അവസാനം ഈ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീ മാത്രമേ ആ വീട്ടിലുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. മറ്റവരവിടുന്ന് മാറി. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ ആശ്വാസം. ദൈവമേ, ഇനി അടുത്ത ഒരാളെങ്കിലും ഉള്ളത് ജീവനോടെ എവിടെയെങ്കിലും കഴിയട്ടെ എന്ന്. അല്ലാതെ ഈ ചെയ്തിട്ടിരിക്കുന്ന വീടിൻ്റെ മുൻഭാഗം വീണ്ടും ആ ജലം അങ്ങനെ തന്നെ അതിനടിയിൽ കാണും. അവർ നികത്തിയെങ്കിലും കിഴക്കുനിന്ന് ഒഴുകി വരുന്ന ജലമാണ്. അവിടെ വന്നപ്പോഴാണത് ബ്ലോക്കായി പോയത്. പിന്നെ അതിന് ഒഴുകി തെക്കൂടിങ്ങനെ ഒഴുകി വീണ്ടും പടിഞ്ഞാറൊരു കായലിലോട്ട് ചെന്ന് ചേരേണ്ടതാണ്. അതെല്ലാം തടസ്സപ്പെടുത്തി കളഞ്ഞു. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ എത്രയോ ജലവിധാനങ്ങളെ നാം തടസ്സപ്പെടുത്തിയിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ശാപം നമ്മൾ ഈ ജീവിക്കുന്ന മനുഷ്യർക്കല്ലേ ഏകുന്നത്? ഒരു മനുഷ്യർക്കാണോ ഏകുന്നത്? അല്ല. ഒരു ഭാഗത്തുള്ള മനുഷ്യരെല്ലാവരും അതേപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരു പ്രദേശത്തെ മനുഷ്യർക്ക് മുഴുവനാണ് ദോഷങ്ങൾ, ദുരിതങ്ങൾ പ്രകൃതി കൊടുക്കുന്നത്. ആ ദുഃഖം പ്രകൃതി കുറച്ച് ശാപം നമുക്ക് തരികയില്ല. അപ്പം നമ്മുടെ മനസ്സ് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈശ്വരചിന്തയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെ മനസ്സ് ആര് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർക്കതിൻ്റെ ഫലം കൊടുക്കും. അത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല, ഭഗവാനെ എന്നെ വേദനിപ്പിച്ച് നീ തക്ക ശിക്ഷ കൊടുക്കണമെന്ന് ഒരിക്കലും ഒരു ഭക്ത ഭഗവാനോട് പറയില്ല. അവർക്കറിയാത്തത് കൊണ്ട്, അവരുടെ അജ്ഞത കൊണ്ട് അവർ അങ്ങനെയൊക്കെ ചെയ്തതാണ്. ഭഗവാനെ അവരോട് അവരുടെ കർമ്മം അവർക്ക് ദോഷമാക്കി കൊടുക്കല്ലേ എന്നേ നമ്മൾ പറയാറുള്ളൂ. പക്ഷേ ഈ കർമ്മഫലമെന്ന് പറയുന്നത് ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരു കവചം, നാരായണ കവചം ഉണ്ടാവും എപ്പോഴും. ഭഗവാനാണ് ആര് ദോഷം ചെയ്താലും നന്മ ചെയ്താലും എന്ത് ചെയ്താലും അതിൻ്റെ ഭഗവാനിലേക്കാണ് ആ പ്രശ്നം വരുന്നത്. ആദ്യം ഭഗവാൻ ആ കർമ്മം അതേപോലെ അവരോട് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. നമ്മളിലേക്ക് അത് ഏൽപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് ഭഗവാനെ വിശ്വസിച്ച് ജീവിക്കുക, ഭഗവാന്റെ ആശ്രയത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഈ പൈശാചികമായ ബന്ധനങ്ങളോ കൂടുപത്രമെന്നോ ഒക്കെ പറയില്ലേ, മനുഷ്യരെയൊക്കെ ഉപദ്രവിക്കുന്ന, മറ്റുള്ളവർ ദ്രോഹം ചെയ്യുന്ന, അതൊന്നും ഏൽക്കില്ല. അത് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. അതൊക്കെ ഏൽക്കുന്നത് ഭഗവത് സാന്നിധ്യമില്ലാതെ ജീവിക്കുന്ന വ്യക്തികൾക്കാണ്. അപ്പോൾ അങ്ങനെ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന, മനുഷ്യർക്കുണ്ടാകുന്ന വിഷമം പോലെ തന്നെ ഈ പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങൾക്കും ഉണ്ട് വിഷമം. അത് നമ്മേക്കാൾ ശക്തമാണ് ആ വിഷമം.
കാരണം നമ്മളെല്ലാവരും ഒരേപോലെ മനസ്സോട് അവരെ ദ്രോഹിക്കുകയാണ്, ഭൂതങ്ങളെ, പഞ്ചഭൂതങ്ങളെ എല്ലാം. അപ്പോൾ ആ ദ്രോഹത്തിൻ്റെയൊക്കെ ഫലമാണ് പ്രകൃതി നിലവിട്ട കൈവിട്ട ഓരോ പ്രതിഭാസമായി മാറി അനേകായിരം പാവങ്ങൾക്കെല്ലാം അതാത് സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന അവരെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ട കാലങ്ങളൊക്കെ എന്നേ കഴിഞ്ഞു. ഒരു 1985 ഒരു പത്രത്തിൻ്റെ ഒരു വാർത്ത ഞാൻ ഇപ്പോൾ ഈയിടെ കണ്ടു. അന്നിട്ടിരുന്ന ഇപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടിയ ആ മുണ്ടക്കൈ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളും ആ മലയടിവാരങ്ങളെക്കുറിച്ച് സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് 1985 പത്രവാർത്തയിൽ വന്നതാണ്. അതുപോലെ തന്നെ ഈ 2013 ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ അദ്ദേഹമൊക്കെ പറഞ്ഞേക്കുന്ന എത്രയോ വലിയ വലിയ നല്ല നല്ല നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ ഭാഗത്തുള്ള ജനങ്ങളെ എല്ലാം മാറ്റി എവിടെയെങ്കിലും എത്രയോ ഗവൺമെൻറ് അണ്ടറിലുള്ള എത്രയോ അപകടരഹിതമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടേക്കൊക്കെ ഈ പാവത്തുങ്ങളെ മാറ്റി താമസിപ്പിക്കണ്ടേ? അല്ലെ ഓരോരുത്തരും അവിടെ ചെന്ന് താമസിക്കുമ്പോൾ അവർക്ക് ജീവന് വില കൊടുക്കാൻ വേണ്ടി നമ്മൾ ഭരണകർത്താക്കളോ അതുമായിട്ട് ബന്ധപ്പെട്ടവരോ ഒക്കെയാണ്. ഈ കമ്മീഷൻ്റെയൊക്കെ റിപ്പോർട്ട് വരുന്ന സാധാരണക്കാരുടെ കയ്യിലല്ലല്ലോ, ഭരണക്കാരുടെ കയ്യിലല്ലേ. അവരതിനനുസരിച്ച് അവരെ മാറ്റി എവിടെയെങ്കിലുമൊക്കെ താമസിപ്പിക്കുകയോ, ജനങ്ങൾ ഇങ്ങനെ നദിയിലൂടെ തടി പോലെ മനുഷ്യരുടെ ജഡങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന കാഴ്ചയൊക്കെ എത്രയോ ഹൃദയഭേദകമാണ്. നിരാലംബരായ നിസ്സഹായരായ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള അനേകം പേർ അവരുടെ കണ്ണുനീർ, അവരുടെ ജീവിതത്തിൽ കരുതി വെച്ചിരിക്കുന്ന എല്ലാം ഒരു രാത്രി കൊണ്ട് അസ്തമിച്ച് പ്രഭാതത്തിൽ അവരെവിടെയാണെന്ന് പോലും ജീവനുള്ളവരെ അറിയുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് പോലും ജീവൻ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന മനുഷ്യർക്കറിയാത്ത ദാരുണമായ ഹൃദയഭേദകമായ രംഗങ്ങൾ. ഇതിനൊക്കെ ഒരു മനുഷ്യസ്നേഹിയായ ഒരു ഭരണാധികാരി മതി, ഒരുപാട് പേര് വേണ്ട. മനുഷ്യസ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നവർ മനുഷ്യരെ രക്ഷിക്കാൻ തങ്ങളുടെ അധികാരപരിധിയിൽ താൻ ഇങ്ങനെ അധികാരത്തിലിരിക്കുമ്പോൾ മറ്റ് സഹജീവികൾ വിഷമിക്കുന്നത് കാണുമ്പോൾ സഹജീവി സ്നേഹമുള്ള അധികാരികൾ അതിന് കണ്ണു തുറന്ന് അവരെയൊക്കെ രക്ഷിക്കേണ്ട കടമയുണ്ട്. ഇല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനത്തിന് സഹോദര സ്നേഹത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി മുന്നിട്ടിറങ്ങുന്ന മനുഷ്യർക്ക് അതിനുള്ള അവസരം കൊടുക്കുക. ഇതിനൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വേദനയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അനുഭവിക്കുകയാണ്. ഇനി എത്രയോ കാണാനിരിക്കുന്നു, അതെല്ലാം എത്ര ഇനി വരാനിരിക്കുന്നു. എല്ലാം നാം ചെയ്യുന്ന ദുഷ്ടകർമ്മങ്ങളുടെ, നമ്മുടെ പണത്തിനോടും സ്വാധീനത്തിനോടും ഒക്കെയുള്ള ആർത്തി കൊണ്ട് നാം കാണിച്ചു കൂട്ടുന്ന ദുരനുഭവങ്ങളുടെ കർമ്മഫലങ്ങളാണിതെല്ലാം. എല്ലാം കർമ്മബന്ധത്തിൻ്റെ ഫലം. ഭഗവാനെ തിരിച്ചറിഞ്ഞ് ഭഗവാന്റെ സ്നേഹത്തിൽ, ഭഗവാന്റെ ആശ്രയത്തിൽ ജീവിക്കുന്നവർ എവിടെയാണെങ്കിലും രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. ജീവിക്കാൻ കർമ്മബന്ധം ബാക്കിയുള്ളവർ എവിടെയായാലും രക്ഷപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ വേദനിപ്പിക്കുന്ന കുറേ ഓർമ്മകൾ, കുറേ അനുഭവങ്ങൾ ഒക്കെ, സന്തോഷവും വേദനയും ഒക്കെയുള്ള കുറേ കാര്യങ്ങളാണ് മനസ്സിലൂടെ ഇന്ന് കടന്നു പോയത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും മനസ്സ് നമ്മുടെ സ്വയം പ്രഭാസ്തുതി പോലെ, ആ ദേവിയുടെ സ്തുതി പോലെ എല്ലാവർക്കും ആത്യന്തികമായ ഭക്തി ഉണ്ടാകണമെന്ന ആഗ്രഹമാണ് ഭഗവാനോട് അർപ്പിക്കേണ്ടത്. ഓരോരുത്തരും അവനവൻ്റെ ആവശ്യങ്ങളല്ല, ആവശ്യങ്ങളെക്കാൾ വലുതാണ് ഭഗവാനോടുള്ള ഭക്തി. ഭഗവാൻ നമ്മെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം സാധ്യമായിക്കൊള്ളും. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും ഭഗവാൻ. ആദ്യം വേണ്ടത് ഭഗവാനെയാണ്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന, ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നാം ഓടി നടക്കുന്ന ഒരു കാമ്യഭക്തിയല്ല നമുക്ക് വേണ്ടത്. ഭഗവാന്റെ പാദങ്ങളിൽ പൂർണ്ണമായി സമർപ്പണം ചെയ്യുക. ഭഗവാൻ യോഗനിദ്രയിലിരിക്കുന്ന ഈ മാസങ്ങളിലാണ് പ്രകൃതിയിൽ ക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതും രോഗപീഠകൾ ഉണ്ടാകുന്നതും സാംക്രമിക രോഗങ്ങൾ ബാധിക്കുന്നതും എന്നൊക്കെ ഞാൻ മുൻപുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു. ശ്രീരാമചന്ദ്രപ്രഭു സീതാദേവിയെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് സുഗ്രീവനോട് ആ 4 മാസം കഴിയട്ടെ, വർഷകാലം കഴിയട്ടെ, അതുവരെയും അദ്ദേഹവും യോഗനിദ്രയിൽ ഒരു ഗുഹയിലിരിക്കുകയായിരുന്നു. ആ അവസരമാണ് ഇപ്പോഴീ നടക്കുന്ന മഴക്കാലം. വർഷകാലം കഴിയുമ്പോഴാണ് വീണ്ടും സുഗ്രീവനും ഹനുമാനും ബാക്കിയുള്ള വാനര സംഘവുമായി സീതാന്വേഷണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്.
അപ്പോൾ എല്ലാവരെയും ശ്രീരാമചന്ദ്ര പ്രഭു അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ പത്മപാദങ്ങളിൽ സർവവും